ചർച്ചകൾക്ക് മുൻപേ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പ്രതിരോധമുണ്ടാക്കുന്ന വിവരങ്ങളൊക്കെ ചില പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന കാര്യം ശനിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ വെച്ചുള്ള ചർച്ച നടത്തുന്നത്. അതിൻ്റെ മുൻപ് തന്നെ ഒരു ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ കാര്യം അവർ പറയുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഏറെക്കുറെ മധ്യസ്ഥരുടെ നിലപാട് സ്വീകരിക്കേണ്ട സ്ഥിതി അമേരിക്കക്കും ഇറാനും ഉണ്ടാവും. അവരുടെ നിലപാടായിരിക്കും നിർണായകം. എന്നാൽ അതിന് മുൻപ് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകളൊക്കെ പോകുന്നത്. അതിന് ഇറാനിൽ നിന്ന് വരുന്ന ഇറാൻ അടക്കമുള്ള ഇറാൻ്റെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധം തീർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് വലിയ രീതിയിലുള്ള ആയുധ വിന്യാസം തങ്ങളുടെ രാജ്യം നടത്തുന്നു. അതായത് ഇറാൻ നടത്തുന്നുണ്ട്. ഹെൽത്ത് ബോംബേഴ്സ് ഇറാൻ അതിർത്തിയിലേക്ക് ഒഴുക്കിയിരിക്കുന്നു എന്നുള്ളതും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ വിന്യാസങ്ങളും സംവിധാനങ്ങളും അവർ ഒരുക്കൂട്ടിയിരിക്കുന്നു എന്നുമാണ് ഇറാൻ്റെ ഭാഗത്തിൽ റിപ്പോർട്ട് വരുന്നത്. അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും ചതിരാജ്യമാണ്. അവർ പറയുന്നതിന് മുൻപേ ആക്രമിക്കും. അവർ കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് പാലിക്കുകയില്ല. തങ്ങളുടെ രാജ്യത്തിന് ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ടറിയാം. ഞങ്ങൾ അമേരിക്കയെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിച്ചതാണ്. പഠിച്ച് മനസ്സിലാക്കി അവർ ആയുധത്തിൻ്റെ ശക്തിയും ബലവും മനസ്സിലാക്കി തന്നെയാണ് അവരുമായിട്ട് പ്രതികരിക്കുക എന്നുള്ള മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.